ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. ഞാനിവിടെ ഒരു വീടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 2 വർഷം മുന്നേ തറ ഇട്ടു. പിന്നെ ഇതിപ്പം ലോക്ക്ഡൗണിലൊന്ന് മാറ്റി ചെയ്തു. ഇപ്പതാ ബെൽറ്റ് വാർത്ത് കഴിഞ്ഞു, പടവ് തുടങ്ങി. അച്ഛനും ഞാനും കൂടിയാണ് തുടങ്ങിയത് പടവ്. ഒരു വരി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. So, boyfriend? എന്താ ഇന്റർവ്യൂ എടുക്കാനോ? കല്യാണത്തിനെ പറ്റിയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ബോയ് ഫ്രണ്ട് ഹിസ് നെയിം ഇസ് രാഹുൽ. അച്ഛൻ്റെ ഒരു ക്ലയന്റിന്റെ മകനാണ്. അങ്ങനെ ബോയ് ഫ്രണ്ട് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളധികം ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ഷിംലയിലായിരുന്നപ്പോ രാഹുൽ ഇവിടെയായിരുന്നു. ആൻഡ് ഞാൻ തിരിച്ചു വന്നപ്പോ രാഹുൽ ലണ്ടനിലേക്ക് പോയി ഫോർ ഹിസ് MBA. ആക്ച്വലി കഴിഞ്ഞ മാസം വെക്കേഷൻ ഇവിടെയായിരുന്നു. രാഹുൽ is this perfect guy, handsome ആണ്, rich and affluent family. രാഹുലിന്റെ ഫാദർ ഇവിടുത്തെ വലിയൊരു ബിൽഡറാണ്. ഓൾ ഇൻ ഓൾ ഒരു ഐഡിയൽ ഹസ്ബൻഡ് മെറ്റീരിയൽ. ജേർണലിസ്റ്റ് തന്നെ. ഇനി എത്ര ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്? ഞാൻ അത്തരം ഒരു ടിപ്പിക്കൽ പെൺകുട്ടിയല്ല പറയും. എനിക്ക് ലവ് റൊമാൻസിലൊന്നും വിശ്വാസമില്ല. കോളേജിലൊക്കെ ഒരുപാട് ലവ് സ്റ്റോറീസ് ഫുഡൊക്കെ കഴിച്ച് കിടക്കാണ്. ഇതന്നെ പരിപാടി, ഉറക്കം തന്നെയാണ് പരിപാടി അല്ലേ? അങ്ങനെ പല്ലേപ്പും ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇപ്പം ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രാത്രി. ഇന്നലെ രാത്രി തന്നെ എഡിറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ ആ റെൻഡറിൽ ഇട്ടിട്ടില്ല. ഒന്ന് റെൻഡർ ഇടുക, എന്നിട്ട് വീണ്ടും പോയിട്ട് അച്ഛനെ സഹായിക്കുക എന്നുള്ളതാണ് അടുത്ത പണി. അപ്പം വീഡിയോ റെൻഡറിലിടാം. അങ്ങനെ വീഡിയോ റെൻഡറിൽ ഇട്ടിട്ടുണ്ട്. ഇതിൽ പറയുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4-5 മണിക്കൂർ ടൈം പറയുന്നുണ്ട്. അതിന് മുന്നേ തീരാൻ ചാൻസ് ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഫസ്റ്റ് ടൈം ആവും. അപ്പോൾ അതുവരെ സമയമുണ്ട്. ഇനി അവിടെ പോയിട്ട് ബാക്കി പണി നോക്കാം. മഴ പെയ്യാൻ ചാൻസും ഉണ്ട്. അപ്പം എന്തായാലും പണി സ്ഥലത്ത് പോയി നോക്കാം എന്താ സ്ഥിതിയാണ്.
പണിയെടുക്കുന്നുണ്ട്. ഞാനൊന്ന് നരിക്കിനി പോവാണ്. കുറച്ച് പ്രിൻ്റ് ഔട്ട്സ് എടുക്കാനുണ്ട്. ആ പ്രിൻ്റ് എടുത്ത് നിന്നിട്ടാണ് ബാക്കി പണിക്ക് നിൽക്കാൻ. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾക്കുള്ളൊരു പേഴ്സണൽ പ്രൊജക്റ്റാണ്. അപ്പോൾ പുള്ളിക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ പ്രിൻ്റ് ഔട്ടൊന്ന് എടുത്തിട്ട് പുള്ളിക്ക് കൊടുക്കണം. അപ്പോൾ നരിക്കിനൊന്ന് പോയിട്ട് പ്രിൻ്റ് എടുത്ത് വരാം. പ്രിൻ്റ് ഔട്ട് ഞാൻ എടുത്തു, അത് ബാക്കിലുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ആലോചിച്ചത് നമ്മളെ ഹെൽത്ത് പോയിട്ട് ഒരു പേപ്പർ വാങ്ങാണ്ട് 14 ദിവസം ക്വാറൻറ്റൈൻ, 14 ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് ക്വാറൻറ്റൈനിൽ നിന്ന് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ദിവസത്തിൻ്റെ ഒരു പേപ്പർ മേടിക്കണം, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ ആവശ്യമുണ്ട്. കാരണം അത് പല സ്ഥലത്തുനിന്നും ചോദിക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ തിരിച്ച് വരുമ്പം നമ്മൾ ക്വാറൻറ്റൈനിൽ നിന്നിട്ടുണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മളോട് പിന്നെയും നിൽക്കാനോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ നിൽക്കേണ്ടി വരും, പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിനൊരു ഇതായിട്ട് എന്തായാലും അത് മേടിക്കണം. പിന്നെ അതേപോലെ തന്നെ എന്തോ നോർക്കേൻ്റെ എന്തോ സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ എന്തൊക്കെയുണ്ട് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ആപ്ലിക്കേഷൻ നാളെ കഴിഞ്ഞ ദിവസം വന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എന്തായാലും മേടിക്കാം. ഇപ്പോൾ ഏതായാലും അതിനായിട്ട് പിന്നെ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നരിക്കും തന്നെ നമ്മുടെ ഹെൽത്തിലാണ്. ഇത് നരിക്കിനിയുടെ ഹെൽത്ത്. ഞങ്ങളൊക്കെ ഒരു ഹോസ്പിറ്റൽ, അതായത് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ആദ്യം ഓടി എത്തുന്ന ഹോസ്പിറ്റലാണിത്. എവിടെയാണുള്ളത്? ഇവിടുന്ന് പോയി നോക്കട്ടെ. അവിടെ ഒരു ശ്രീജിത്ത് എന്ന ആളുണ്ട്, പുള്ളിനെ കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇത് റിലീവിങ് സർട്ടിഫിക്കറ്റാണ്. അതായത് ഞങ്ങൾക്ക് രണ്ടാക്കുമ്പോഴുള്ള റിലീവിങ് സർട്ടിഫിക്കറ്റ്. അതായത് ഇത്ര ദിവസം തൊട്ട് ഇത്ര ദിവസം വരെ ഞങ്ങൾ ക്വാറൻറ്റൈനിൽ നിന്നിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ സിഗ്നേച്ചറോടുകൂടിയ റിലീവിങ് സർട്ടിഫിക്കറ്റും കിട്ടി. അതേപോലെ തന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു അസുഖമില്ല, അങ്ങനത്തെ സിംറ്റംസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഗവൺമെൻറ് ഓഫ് കേരളൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് തന്നു. പനിയും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഇല്ല എന്നുള്ള ഒരു ചെക്ക് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നു. ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല, ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ക്വാറൻറ്റൈൻ എന്നുള്ളത് ഒഴിവായി കിട്ടാൻ ഉള്ളതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ക്വാറൻറ്റൈൻ നിൽക്കേണ്ടി വരും. 7 ദിവസം നമ്മളെ സ്വന്തം റിസ്കിൽ ക്വാറൻറ്റൈൻ നിൽക്കേണ്ടി വരും. ഇൻ കേസ് ഇത് കാണിക്കുകയാണെങ്കിൽ നിൽക്കേണ്ടി വരില്ല എങ്കിൽ പുറത്തേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർ ഇത് മേടിച്ച് വെക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും. കാരണം എപ്പോഴും എന്താ ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. ഇൻ കേസ് ചെക്ക് പോസ്റ്റെന്നോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും നമ്മളെ പിടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാനുള്ളൊരു പ്രൂഫ് അത് വേണമല്ലോ. അതുകൊണ്ട് ഇങ്ങനത്തെ ഒന്നും മേടിച്ച് വെക്കാം എല്ലാവരും പോകുന്ന ആൾക്കാർ. ഇപ്പം എന്തായാലും ബാംഗ്ലൂരും എല്ലായിടത്തിലും എനിക്ക് തോന്നുന്നു ഓഫീസൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് എല്ലാവർക്കും ഇനി അങ്ങോട്ട് പോകേണ്ടി വരും. പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ മേടിച്ച് വെക്കാം. എന്തെങ്കിലും കാരണവശാൽ എവിടെന്നെങ്കിലും ഹെൽത്ത് നിന്നോ ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് അവരെ കാണിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു എന്താ പറയുക കുറച്ച് ഇളവുകൾ എന്തെങ്കിലും കിട്ടും നമുക്ക്. അതുകൊണ്ടാണ് കാരണം ഞാൻ ഇങ്ങോട്ട് പോയിരുന്ന സമയത്ത് എന്താ പറയുക എന്നെ വയനാട്ടിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. വയനാട്ടിൽ പിടിച്ച് 14 ദിവസം അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. ലോക്ക്ഡൗൺ പറഞ്ഞു പിറ്റേന്നാണ് ഞാൻ പോയിരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് അവിടുത്തെ ബാംഗ്ലൂരിലെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പ് നടത്തി. ചെക്കപ്പല്ല, ജസ്റ്റ് ഒരു ക്വാറൻറ്റൈൻ്റെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. ക്വാറൻറ്റൈൻ അല്ല, കൊറോണേനെ ചെക്കപ്പിൻ്റെ കാര്യത്തിന് വേണ്ടി ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നെഗറ്റീവാണെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് എനിക്ക് ഓൾറെഡി തന്നതുകൊണ്ട് അത് കാണിച്ചിട്ടാണ് ഞാനിങ്ങ് പോകുന്നത്. കാരണം എനിക്കുള്ള ക്ലയൻറ്റ് പുറത്തുള്ള ആൾക്കാരും അവരോടൊക്കെ എന്താ പറയുക മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇൻ കേസ് എനിക്ക് വല്ലതും ഉണ്ടെങ്കിൽ എന്നുള്ളതുകൊണ്ട് ഞാൻ ആദ്യമേ അവിടെ പോയി ചെക്കപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്നത്. അപ്പോൾ അത് നെഗറ്റീവാണെന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് എന്താ പറയുക വയനാട്ടിലൊന്നും ക്വാറൻറ്റൈൻ നിൽക്കേണ്ടി വന്നിട്ടില്ല. ഒരു ദിവസം മാത്രം അവർ നിർത്തി, അത് രാത്രി മാത്രം പിറ്റേന്ന് എന്നോട് പോയിക്കോളാം, ഞങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു. പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം നമ്മളിപ്പോൾ മേടിച്ച് വെക്കുന്നുണ്ടെങ്കിൽ പോകുമ്പോൾ നമുക്കത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. എവിടെ നിന്നെങ്കിലും എപ്പോഴെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് എന്തായാലും ഇങ്ങനത്തെ പോകുന്ന ആൾക്കാർ മറക്കാതെ ഇത് മേടിച്ച് വെക്കാൻ. ഹായ്, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വോളിബോൾ കളിക്കാൻ പോകുന്ന കാര്യം. പക്ഷേ എനിക്ക് ഇന്നലെ പോകാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ എത്തുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊരു കയറ്റുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരാളോടി ഉണ്ട് കേട്ടോ മുന്നിൽ. അവൻ നേരത്തെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ സമ്മതിക്കാതെ മുന്നിൽ ഓടിപ്പോയി. ഓ ഇതെൻ്റെ മുന്നിൽ നിന്ന് പോകണം. അപ്പോൾ ഞങ്ങളൊന്ന് അവിടെ പോവാണ്. എത്ര ആളുണ്ടെന്നൊന്നും അറിയില്ല കളിക്കാൻ. പോയി നോക്കട്ടെ. ചെറിയ പീക്കിരി പിള്ളേർ കൂടിയാണ്, വലിയ ആൾക്കാരും. ശരിക്കും ഇത് ലോക്ക്ഡൗൺ തുടങ്ങിയപ്പം ഉണ്ടാക്കിയൊരു കോർട്ടാണ്. ചെറിയ മക്കൾ ക്രിക്കറ്റ് ഗ്രൗണ്ടൊക്കെ ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ 3 തെങ്ങൊക്കെ ഉണ്ട്. വോളിബോൾ കോർട്ടിൽ 3 എക്സ്ട്രാ ടീംസാണത്. ഒന്നവിടെ വരെ പോയേക്കാം, പറ്റുകയാണെന്ന് ഇറങ്ങി കളിക്കാം.
കുറച്ച് അഡ്വൈസ് തരണം. പറഞ്ഞോണ്ടാ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വീഡിയോസിന് എന്തൊക്കെ ചെയ്യണം നല്ലത് കിട്ടാൻ? പറ എനിക്കിപ്പോൾ അറിയണം. കുറച്ച് ടിക്ടോക്ക് എനിക്ക് ഇഷ്ടമില്ല. ടിക്ടോക്ക് ഞാൻ ചെയ്യാറുണ്ട് ചിലപ്പോൾ ചെയ്യാറുണ്ട്. അല്ലാണ്ട് എന്ത് ചെയ്യണം? എവിടുന്ന്? നീ യൂട്യൂബ് ടിക്ടോക്കിലുണ്ടോ? ഓ ഞാൻ ടിക്ടോക്ക് ചെയ്യണ്ടല്ലോ. എന്നിട്ട് ഇടയ്ക്ക് 3 വീഡിയോ അങ്ങനെ ഉള്ളു. ഞാൻ പാവോ. എന്നിട്ട് അത്ര സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്നത് അതിൽ അങ്ങനെയൊന്നുമില്ല. ലൈക്കോ? ലൈക്ക് 34. ഓ പൊളിച്ച് 34 ലൈക്കൊക്കെ മേടിച്ചില്ലേ? ഇതൊക്കെ നമ്മളെ കുഞ്ഞനിയന്മാരാണ്. ഇവൻ്റെ വക ഓരോ അഡ്വൈസ് തന്നുകൊണ്ടിരിക്കുക അവിടെ. അവിടെ ഇരിക്കുന്നുണ്ട് ബാക്കി ടീംസ്. ഈ ക്രീസ് വലിയ ആൾക്കാരും എത്തിയിട്ടില്ല കളിക്കാൻ. അതൊക്കെ പണിക്ക് പോയി തുടങ്ങി. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ മാറ്റിയില്ലേ? ചൊറിഞ്ഞതാടോ. ചൊറിയാൻ പറ്റില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ.